ഓം പരാധരശ്യാമളാന്ധം ചുരികാചാപധാരിണം യാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. ഈ ദൈവവിശ്വാസം എന്നത് ഒരു ജീവിതത്തിൽ എത്ര വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പണ്ടൊക്കെ പറയില്ലേ, ഭയം, ഭക്തി, വിശ്വാസം, ഇത് മൂന്നുമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അല്ലേ? ഇപ്പൊക്കെ പറയാം ദൈവമില്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസം വേണ്ട, ദൈവമില്ല, അങ്ങനെയുള്ള ഒരു വാദം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. മനസ്സിലായില്ലേ? ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഈ മൂന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ദൈവം എന്നത് ഒന്നിലല്ല, എല്ലാത്തിലും ഉണ്ട്. അച്ഛൻ നമുക്ക് ദൈവമാവില്ലേ? അമ്മ നമ്മുടെ ദൈവമല്ലേ? പഠിപ്പിക്കുന്ന ഗുരുനാഥൻ നമ്മുടെ ദൈവമല്ലേ? നിങ്ങൾ നടന്നു പോകുന്നു, അവിടെ ഒന്ന് എരടി വീണു, ആരെങ്കിലും അവിടെ വന്ന് നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് ദൈവമാണ്, അല്ലേ? അപ്പോൾ ദൈവമില്ലായികയുണ്ടോ? ദൈവത്തിനൊരു രൂപവും ഭാവമൊന്നുമില്ല. നിങ്ങൾ ഏത് രീതിക്ക് കാണുന്നോ അതാണ് ദൈവം, അല്ലേ? അപ്പോൾ ആ ദൈവം എന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് തെളിവോടുകൂടി പറഞ്ഞു തരാം, ഉദാഹരണത്തോടു കൂടി പറഞ്ഞു തരാം. കാരണം ഭയം, ഭക്തി, വിശ്വാസം എന്നത് അനിവാര്യമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. 100% ഉറപ്പിച്ച് പറയാം. മനസ്സിലായില്ലേ? അതിപ്പോൾ നിങ്ങൾ എനിക്ക് ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കും ഭയം, ഭക്തി, വിശ്വാസമുണ്ടാവും. ദൈവത്തിനോടല്ലെങ്കിലും അവർക്ക് ആരോടെങ്കിലും ഉണ്ടാകും. അതേ വേണ്ടു. ദൈവം എല്ലാവരിലും ഉണ്ടല്ലോ. എന്താ അതിനൊരു ഉദാഹരണം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ഭയം, എന്തിനേയും ഭയക്കണം എന്നല്ല അർത്ഥം. നമുക്ക് നമ്മുടെ മനസാക്ഷിയെ ഭയക്കണം, അല്ലേ? മനസാക്ഷിയെ ഭയമില്ലാത്ത ഒരു ആൾക്കും ജീവിക്കാൻ പറ്റില്ല, അല്ലേ? എത്ര ഘോരമായ എന്തൊക്കെ ചെയ്താലും ഒരു നാഴിക അല്ലെങ്കിൽ ഒരു വിനാഴികയെങ്കിലും ആ വ്യക്തിക്ക് ആ മനസാക്ഷിയോട് ഉത്തരം പറയേണ്ട ഒരു കാലം വരും, അല്ലേ? അപ്പോൾ അവിടെ ഭയം വന്നില്ലേ, അല്ലേ? ഭയമുണ്ടപ്പോൾ മനസാക്ഷിയോട് ഭയമുണ്ട്, അല്ലേ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൻ്റെ മനസാക്ഷിയോട് താൻ ഭയന്നേ പറ്റൂ. തൻ്റെ മനസാക്ഷിയെ കബളിപ്പിച്ച് എന്തൊന്ന് ചെയ്താലും അവന് സമാധാനം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? എന്തുകൊണ്ട് സമാധാനമില്ലാതാവുന്നു? ഭയം, അല്ലേ? അപ്പോൾ ഭയമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന്. ഇനി ഭക്തി. ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അർപ്പണ മനോഭാവം. ഭക്തി എന്നതിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അർപ്പണ മനോഭാവം, അല്ലാതെ വേറൊന്നുമില്ല. കുറേ ഈശ്വരൻ്റെ മൃദുവായിട്ട് സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിച്ചാലേ ഭക്തിയുള്ളൂ, ഒരിക്കലുമില്ല. എൻ്റെ കണ്ണാന്ന കൃഷ്ണനെ ഇങ്ങനെ വിളിച്ചാൽ ഭക്തി വന്നു. കാരണം നിഷ്കാമമായ സ്നേഹമാണ് ഭക്തി. മനസ്സിലായില്ലേ? നിഷ്കാമമായ സ്നേഹം, ഒന്നിനും വേണ്ടി അല്ലാതെയുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതാണ് ഭക്തി. മനസ്സിലായില്ലേ? സ്നേഹം എന്നൊരു വികാരമില്ലാതെ ഈ ലോകത്ത് ഒരു ജീവനും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഭക്തിയില്ലാത്തവരുണ്ടോ? ചിന്തിച്ചു നോക്കൂ. രണ്ടുമായി, അല്ലേ? ഇനി 3, വിശ്വാസം, അല്ലേ? നിങ്ങളുടെ ഈ ജീവിതം വിശ്വാസമല്ലേ? നിങ്ങൾക്ക് ഇരിക്കുന്നു, എണീറ്റ് നടക്കുന്നുള്ളത് നിങ്ങളുടെ ഒരു വിശ്വാസമല്ലേ? അല്ലാതെ ഗ്യാരണ്ടി ഉണ്ടോ? ആർക്കും ഈ ജീവിതത്തിൽ ഒന്നിനും ഗ്യാരണ്ടി ഒന്നുമില്ല, അല്ലേ? വിശ്വാസം. നാളെ എണീക്കും എന്ന വിശ്വാസം, നാളെ ഞാൻ ഇന്നത് ചെയ്യും എന്ന വിശ്വാസം. ആ വിശ്വാസം ഇല്ലാതായാലോ ജീവിക്കാൻ പറ്റുമോ? അതിനുള്ളൊരു ഉദാഹരണവും കൂടി തരാം. കയ്യിലൊരു കയറ് കെട്ടുക, നല്ലോണം അമർത്തി കെട്ടുക, എന്നിട്ട് ഈ കൈ അനങ്ങുന്നില്ല, ഈ കൈ എൻ്റെ ശേഷിയില്ല എന്ന് ചിന്തിക്കുക. ഇനി കയറ് കെട്ടുവും വേണ്ടാന്നേ,
ഒരു അരമണിക്കൂർ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ ശേഷിയില്ല 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 എന്ന് വിചാരിക്കൂ. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കൂ. പിന്നെ നിങ്ങൾക്ക് ആ കൈ ശേഷിയുള്ള പോലെ തോന്നുമോ? ഒരിക്കലും തോന്നില്ല. ആ കൈ ശേഷി ഇല്ലാതാവും. കാരണം നിങ്ങളുടെ മനസ്സിൽ അത് വിശ്വാസമായി. അതിന് ശേഷിയില്ല എന്ന് വിശ്വസിച്ചാൽ ശേഷിയില്ല. മനസ്സിലായില്ലേ? ഒരാളോട് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം ആ വ്യക്തിയോട് നിങ്ങളുടെ വിശ്വാസമാണ്, അല്ലേ? ആ വ്യക്തിയോട് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ വിശ്വാസമില്ലാത്ത മനുഷ്യനുണ്ടോ? വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം എന്ത് വേണം? ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഭയം, ഭക്തി, വിശ്വാസം. ഇത് ഈശ്വരനോടും ആവാം, അമ്മയോടും ആവാം, അച്ഛനോടും ആവാം, പെങ്ങളോടും ആവാം, ആങ്ങളോടും ആവാം, കൂട്ടുകാരനോടും ആവാം, ഇനി അവനവൻ്റെ ജീവിത പങ്കാളികളോടും ആവാം. ഈ മൂന്നും ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് ഇനി ഭക്തനുമാവാം, നിരീശ്വരവാദിക്കും ആവാം. ഇപ്പം നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പറയുകയാണ്, എനിക്ക് ഈ ഭയം, ഭക്തി, വിശ്വാസമൊന്നുമില്ല. ആ വ്യക്തി തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ തൻ്റെ മനസാക്ഷിയെ ഭയക്കും. ഒരു പക്ഷേ ഭക്തനാണെന്ന് സ്വയം നടിക്കുന്നവരെക്കാളും നിരീശ്വരവാദിക്ക് അവനവൻ്റെ കർമ്മത്തിൽ വിശ്വാസമുണ്ടാവും. മനസ്സിലായില്ലേ? ആ കർമ്മത്തിൽ അവർ തെറ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ചെയ്യില്ല? അവരുടെ മനസാക്ഷി അവർക്ക് ഭയമുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവരിലതുണ്ട്. 2 ഭക്തി എന്നത് സ്നേഹമാണെന്ന് പറഞ്ഞു. നിഷ്കളങ്കമായ സ്നേഹം. ആ വ്യക്തിക്ക് ആരുമായിട്ടെങ്കിലും നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാവും. അച്ഛനുമായിട്ടോ അമ്മയായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ ആരോടെങ്കിലും, അല്ലേ? ഭക്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ ഭയഭക്തി വിശ്വാസം എന്ന 3 അടിസ്ഥാന തത്വത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറയുന്നത് കൊണ്ടാണ് ഈ തലമുറയിലുള്ള ജനങ്ങൾ, കുട്ടികൾ, എനിക്ക് വലിയവരെ പറയാനില്ല, വളരേണ്ട തലമുറ മുരടിച്ചു പോകുന്നത് ഈ 3 കുറയുന്നത് കൊണ്ടാണ്. എന്തിനാൽ കുട്ടികൾ മയക്കമരുന്ന് പോലുള്ള മറ്റ് ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു? ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതും നശിക്കുന്നതും. എങ്ങനെ ഉണ്ടാവുന്നു? അവരിൽ ഈ 3 കുറയുന്നത് കൊണ്ടുണ്ടാവുന്നു. അവരിൽ ഈ 3 കുറയാൻ കാരണം ആരാണ്? രക്ഷിതാക്കളാണ്. അവരുടെ സ്വന്തം രക്ഷിതാക്കളാണ് അവരിൽ ഇത് 3 കുറയാൻ കാരണം. മനസ്സിലായില്ലേ? എന്താണ് കുറയാൻ കാരണം? ഇതെന്താ രക്ഷിതാക്കളെ കുറ്റം പറയണത്? ഭയഭക്തി വിശ്വാസം അവരിലേക്ക് വളർത്തിയെടുക്കാൻ നമ്മൾ വിട്ടുപോകുന്നു. അതാണ് കാരണം. മനസ്സിലായില്ലേ? നിഷ്കളങ്കമായൊരു സ്നേഹം ഒരു വ്യക്തിയിൽ വരുന്നത് എങ്ങനെയാണ്? അവരുടെ ഇടപഴകലിലൂടെയാണ്, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നിരിക്കുക. ആ കുട്ടി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നിരിക്കും. ആ കുട്ടി സ്കൂളിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലായിരിക്കും, പിന്നെ ട്യൂഷൻ അതൊക്കെ ആയിരിക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് സമയമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്, അല്ലേ? നിങ്ങൾ എത്ര നേരം കൂടിയിരുന്ന് സംസാരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വീടുകളിൽ അങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കലുണ്ടോ? ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ഒന്നുമില്ലെങ്കിൽ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ ജോലിയിൽ മുഴുകിയിരിക്കും. അപ്പോൾ മനസ്സഴിഞ്ഞ് സംസാരിക്കലോ കൂടിയിരിക്കലോ ഇല്ല. ഒരു കാലം മുമ്പ് വരെ, പഴയ കാലങ്ങളിലെടുക്കൂ, 10 മക്കൾ 9 മക്കൾ ഒക്കെ ഉള്ള ഒരു കാലഘട്ടം. അന്ന് ആഹാരം കഴിക്കാനില്ല, അല്ലേ? അന്ന് വേറെ ഒരു കഞ്ഞിയായിരിക്കും കഴിക്കുക, കുറച്ച് വറ്റും ഒരുപാട് വെള്ളം. അപ്പോൾ എല്ലാവരും കൂടി അത് പകർത്തെടുക്കും, എന്നിട്ട് കൂടിയിരുന്ന് കഴിക്കും. കാരണം ആ പകർത്തെടുത്ത് കൂടിയിരുന്ന് കഴിക്കുമ്പോഴുള്ള സ്നേഹം ഇന്നില്ല. എന്തുകൊണ്ടില്ലാതാവുന്നു? ആ കൂടിയിരിക്കലില്ല. മനസ്സിലായില്ലേ? ആരൊരാളും മനസ്സഴിഞ്ഞ് സംസാരിക്കുന്നതും അവനവൻ്റെ ഭാരങ്ങളെ മനസ്സുകൊണ്ട് തുറന്നു പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുന്നതും ആഹാരത്തിന് മുമ്പിലുണ്ടാകുമ്പോഴാണ്. സ്കൂളുകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന എല്ലാവരും, അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ലഞ്ച് ടൈമിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പല പല തമാശകളും സന്തോഷവും പറഞ്ഞ് ആ ഒരു മനസ്സ് പങ്കുവെക്കാറില്ലേ?
സ്കൂളുകളിൽ കുട്ടികളൊക്കെ കൂടിയിരുന്ന് കഴിക്കുമ്പോൾ അതുപോലെ പങ്കുവെക്കാറില്ലേ? ഇത് തന്നെയാണ് വീടുകളിലും പണ്ട് നടന്നിരുന്നത്. ഇന്നതില്ലാന്നേ ഉള്ളൂ. ഇന്ന് വീടുകളിൽ അവനവന് ആവശ്യമുള്ളത് ആരൊക്കെ വെച്ചാൽ വേണ്ടത് ഓർഡർ ചെയ്തോളുക, അവനവന് ഇഷ്ടം പോലെ കഴിച്ചോളുക, കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അവിടെ ആ ബന്ധം മുറിഞ്ഞു പോവുകയാണ്. അപ്പം എന്തായി? ഭക്തിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ സ്നേഹമില്ലല്ലോ. നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഭക്തിയുള്ളൂ. അവിടെ ആരുമായിട്ട് നിഷ്കളങ്കമായ സ്നേഹമില്ല. ആവശ്യമുണ്ടോ? അച്ഛനോട് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് സംസാരിക്കാം, അമ്മയോട് ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് സംസാരിക്കാം. ആവശ്യാനുസരണമായി ആ സ്നേഹം. അപ്പോൾ അവിടെ ഭക്തിയില്ല, അതവിടെ കുറഞ്ഞു അല്ലേ. ഇനി അടുത്തത് വിശ്വാസം അല്ലേ. ഏറ്റവും വലിയ വിശ്വാസം അവനവൻ്റെ ആത്മാവിനെയാണ്. ആദ്യം പറഞ്ഞൂലേ, മനസാക്ഷിയാണ് ഭയക്കേണ്ടത്. അപ്പം ആത്മാവിനെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ ഉള്ളവർക്ക് ആത്മാവിനെ വിശ്വസിക്കാൻ അറിയില്ല. ഒന്ന് ചിന്തിക്കൂ, എത്ര വലിയൊരു ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രതിസന്ധി വരാനാ അല്ലേ? പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഒരു പ്രതിസന്ധി വരാനുള്ളത്? ഒന്നുമില്ല, പഠിപ്പിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ അവർക്ക് അതുപോലും തരണം ചെയ്യാനുള്ള ആത്മബലമില്ല. എന്തിനാലില്ല? ആത്മവിശ്വാസമില്ല. എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല? വിശ്വാസമില്ല. പണ്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഓരോ കുട്ടിയും, ഗുരുവായൂരപ്പ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നെയ്വിളക്ക് വയ്ക്കാം, എൻ്റെ കുളങ്ങര ഗണപതിയെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു നാളികേരം ഉടയ്ക്കാം, ആൽത്തറ ഗണപതിയെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കറുകപ്പുല്ല് മാലയിടാം. അവനവൻ പഠിച്ചെഴുതിയാലേ ജയിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടേ പോകുള്ളൂ. എന്തുകൊണ്ടറിയോ? വിശ്വാസം അല്ലേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാൻ എന്നിലൂടെ ആ കാര്യം സാധിച്ചു തരും എന്ന വിശ്വാസം. ഇപ്പോൾ ഭഗവാനായിട്ട് അന്ന് ആ നേരത്ത് ആ കുട്ടി കാണുന്നത് അവനവൻ്റെ മനസാക്ഷിയാണ്, ആത്മാവിനെയാണ്. ആ ആത്മാവിനെ വിശ്വസിക്കുമ്പോൾ അവിടെ വിജയമുണ്ടാവും. ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ആത്മബലം, ധൈര്യം, വിശ്വാസം ആ കുട്ടിയിലുണ്ടാവും. ഇന്ന് അങ്ങനൊരു അവസ്ഥയില്ല. ഇന്ന് ഐഫോൺ കിട്ടിയില്ല, കുട്ടി സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അച്ഛൻ ഈ ഒരു 2 വീലർ വാങ്ങിക്കൊടുത്തില്ല, കുട്ടി ആത്മഹത്യ ചെയ്തു. ജീവിതം എന്തെന്ന് ചിന്തിക്കാൻ പോലും ആ കുട്ടി ചിന്തിച്ചിട്ടില്ല അല്ലേ. ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആത്മവിശ്വാസമില്ല. അപ്പം ആത്മഹത്യ ഒരു സുഗമമായൊരു പരിപാടിയായി മാറി. കാരണമാരാ? ആ രക്ഷിതാക്കൾ തന്നെയാണ്. ആ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ എനിക്ക് ഇരുചക്രവാഹനം വാങ്ങിച്ചു തരും. അങ്ങനെ ഒരു 10 ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ കുട്ടി ആ അവസ്ഥയെ തരണം ചെയ്തു വന്നു. അപ്പോൾ ആ കുട്ടി ദുർമരണം എന്ന പാതയിലേക്ക് പോവുമോ? 10 ദിവസം കഴിയുമ്പോൾ ആ പ്രവണത മാറി ഇനിയൊരു പ്രവണതയിലേക്കായിരിക്കും പോവുക. അപ്പോൾ ആ കുട്ടിയുടെ മൈൻഡ് മാറി. അപ്പോൾ ആ കുട്ടി ദുർമരണത്തിലേക്ക് പോവോ? അപ്പം ആരാ അതിന് കാരണം? സമൂഹം. ഇന്നത്തെ സമൂഹത്തിൽ ആ വിശ്വാസം ഇല്ലാതായപ്പോൾ ആ കുട്ടിക്ക് ആത്മവിശ്വാസമില്ലാതായി. അപ്പം ആത്മഹത്യയിലേക്ക് പോയി. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ വിശ്വാസമില്ലാത്തതിൻ്റെ ഭക്തിയില്ലാത്തതിൻ്റെ അവസ്ഥ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് ഭയം അല്ലേ. ഭയമില്ലാത്തൊരവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കമരുന്നിന് അടിമയാവുന്നത് എന്തുകൊണ്ടാണ്? താൻ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല അല്ലേ. തൻ്റെ മനസാക്ഷിയെ പോലും ഭയക്കാതെ തന്നെ മറ്റൊരു അവബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? തൻ്റെ ഉള്ളിൽ ഭയമില്ലാത്ത അവസ്ഥ കൊണ്ടാണ്. ഒരു കടാര എടുത്ത് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ആ കടാര തട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയും എന്ന ഭയമുണ്ടെങ്കിൽ മാത്രമേ കടാരയെ സൂക്ഷിച്ച് കയ്യിൽ പിടിക്കൂ അല്ലേ. ആ കടാര കയ്യിൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താവും? കൈ മുറിയുക തന്നെ ചെയ്യും അല്ലേ. അപ്പം എന്തു വേണം? കടാരയുണ്ട്, സൂക്ഷിക്കണമെന്നുള്ള ഭയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. അതില്ലാത്തൊരു കാലമായതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പല മയക്കമരുന്ന് പോലുള്ള വസ്തുക്കൾക്ക് അടിമയായി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഭയഭക്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ
അടിസ്ഥാനപരമായ 3 ഘടകങ്ങളാണ്. അപ്പോൾ നമ്മുടെ സമൂഹം നേരാവണമെങ്കിലും നമ്മുടെ സമൂഹം ഇനി മുന്നോട്ട് പോകണമെങ്കിലും ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ കുട്ടികൾക്ക് പകർത്തു കൊടുക്കണം. അതിനാദ്യം രക്ഷിതാക്കൾ തയ്യാറാവണം. ഈ രക്ഷിതാക്കൾ തയ്യാറാവണമെങ്കിൽ അവർക്ക് ഗുരുത്വം വേണം, അല്ലേ? ദൈവ കടാക്ഷം വേണം. ആദ്യം ഇതിലൊരു വ്യക്തി രക്ഷപ്പെടും. ആ വ്യക്തി രക്ഷപ്പെട്ടാൽ കുടുംബം രക്ഷപ്പെടും. കുടുംബം രക്ഷപ്പെട്ടാൽ സമൂഹം രക്ഷപ്പെടും. സമൂഹം രക്ഷപ്പെട്ടാൽ നാട് രക്ഷപ്പെടും. നാട് രക്ഷപ്പെട്ടാൽ രാജ്യമേ രക്ഷപ്പെടും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും നമ്മളിൽ ഓരോരുത്തർക്കും പങ്കുണ്ട്.